ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. BGTയിലെ രണ്ടാം ടെസ്റ്റിൽ ടീം ഇന്ത്യ 10 വിക്കറ്റിന്റെ വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണല്ലോ. ഒന്നാം ഇന്നിംഗ്സിൽ 157 റൺസ് ലീഡ് വാങ്ങിയ ടീം ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ 175 റൺസിന് ഓൾ ഔട്ടായി പോവുകയായിരുന്നു. കേവലം 19 റൺസിന്റെ വിജയലക്ഷ്യം മാത്രമായിരുന്നു ഓസ്ട്രേലിയക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നതും. ഓസ്ട്രേലിയ ആവട്ടെ 3.2 ഓവറിൽ തന്നെ ഒരു വിക്കറ്റ് പോലും നഷ്ടമാവാതെ ലക്ഷ്യം മറികടക്കുകയും ചെയ്തു. ഏതായാലും ഇതോടുകൂടി 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇരുവരും 1-1 ഒപ്പം എത്തിയിട്ടുണ്ട്. ഈ ഒരു ടെസ്റ്റിന്റെ രണ്ടാം ദിവസം ട്രാവിസ് ഹെഡിനെ ബൗൾഡാക്കിയതിനു ശേഷം മുഹമ്മദ് സിറാജും അതുപോലെ തന്നെ ഹെഡും തമ്മിലുള്ള ഒരു വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള ആ ഒരു കൊമ്പ് കോർക്കൽ പിന്നീട് ക്രിക്കറ്റ് പ്രേമികളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. ഇരു താരങ്ങളും തമ്മിൽ പലതും സംസാരിക്കുന്നതും പിന്നീട് സിറാജ് ആംഗ്യത്തിലൂടെ ഒരു ജസ്റ്റർ അദ്ദേഹത്തോട് പുറത്തേക്ക് പോകുന്ന തരത്തിൽ കാണിക്കുന്നതൊക്കെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സംഭവത്തെ തുടർന്ന് രണ്ടാം ദിവസത്തിലെ കളി പൂർത്തിയായതിനു ശേഷം ഓസ്ട്രേലിയക്ക് വേണ്ടി സെഞ്ചുറി നേടി ഹീറോ ആയ ട്രാവിസ് ഹെഡ് തുറന്നു പറയുകയും ചെയ്തു. നന്നായി പന്തെറിഞ്ഞു, വെൽ ബൗൾഡ് എന്നാണ് സിറാജിനോട് താൻ ആദ്യം തമാശയായി പറഞ്ഞതെന്നാണ് ട്രാവിസ് ഹെഡ് വെളിപ്പെടുത്തിയത്. പക്ഷേ സിറാജ് അത് വേറൊരു തരത്തിലാണ് കണ്ടതെന്നൊക്കെ തന്നെയായിരുന്നു ട്രാവിസ് ഹെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹെഡ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പച്ചക്കള്ളമാണെന്നുള്ള വാദമാണ് ഇപ്പോൾ സിറാജ് പറഞ്ഞിരിക്കുന്നത്. അതെ, ശരിക്കും സംഭവിച്ചത് എന്താണ് മുഹമ്മദ് സിറാജ് തുറന്നു പറയുന്നുണ്ട്. മുൻ ഇന്ത്യയുടെ മുൻ ഇതിഹാസ ഓഫ് സ്പിന്നർ കൂടിയായിട്ടുള്ള ഹർഭജൻ സിംഗിനോടാണ് സിറാജ് സംസാരിക്കുന്നത്. രണ്ടാം ദിവസം ട്രാവിസ് ഹെഡിനെ ക്ലീൻ ബൗൾഡാക്കിയതിനു ശേഷം താൻ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ലെന്നും വിക്കറ്റ് നേട്ടം ആഘോഷിക്കുക മാത്രമാണ് ചെയ്തതെന്ന് കൂടി സിറാജ് വെളിപ്പെടുത്തിയിരിക്കുന്നു. ട്രാവിസ് ഹെഡുമായി നല്ലൊരു പോരാട്ടം തന്നെയാണ് ഗ്രൗണ്ടിൽ നടന്നത്. സിറാജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ഒരു സംഭവത്തെക്കുറിച്ച് ട്രാവിസ് ഹെഡ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കള്ളമാണ്. നന്നായി പന്തെറിഞ്ഞു എന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഹെഡ് അങ്ങനെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ നിന്നും എവിടെയും കാണാൻ സാധിക്കില്ല എന്ന് കൂടി സിറാജ് പറയുന്നുണ്ട്. നമ്മൾ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നവരാണ്, ഒരാളെയും നമ്മൾ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല എന്ന് കൂടി സിറാജ് വെളിപ്പെടുത്തുന്നു. ഞാൻ എല്ലായ്പ്പോഴും മറ്റു കളിക്കാരെ ബഹുമാനിക്കാൻ ശ്രമിക്കുന്നയാൾ തന്നെയാണ്. കാരണം ക്രിക്കറ്റ് എന്നുള്ളത് ജെന്റിൽമാൻ ഗെയിം കൂടിയാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ട്രാവിസ് ഹെഡ് ചെയ്ത കാര്യം അത്ര നന്നായി എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തരത്തിൽ അങ്ങനെ പ്രതികരിച്ചതെന്ന് കൂടി സിറാജ് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് രണ്ട് വാദങ്ങൾ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ക്രിക്കറ്റ് പ്രേമികളൊക്കെ അത് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുമുണ്ട്. ഈ ഒരു മത്സരശേഷം ട്രാവിസ് ഹെഡും അതുപോലെ തന്നെ മുഹമ്മദ് സിറാജും തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.